ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, വല്ലാഹി ലതുഖീമന്ന അലൈഹി ബയ്യിന, എനിക്കതിന് തെളിവ് കിട്ടേണ്ടതുണ്ട്. നീ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് തെളിവ് കിട്ടേണ്ടതുണ്ട്. ദലീല് വേണം, ബയ്യിനത്ത് വേണം, പ്രമാണം വേണം, രേഖ വേണം, ന്യായം വേണം, തെളിവ് വേണം. ഒരാളുടെ വീട്ടിൽ പോയിട്ട് 3 പ്രാവശ്യവും സലാം പറഞ്ഞിട്ട് അതിന് മറുപടിയില്ല എങ്കിൽ തിരിച്ചു പോരണമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതായിട്ട് നീ എന്നോട് പറഞ്ഞിരിക്കുന്നു. എനിക്കതിന് ബയ്യിനത്ത് കിട്ടണം. മറ്റൊരു റിവായത്തിൽ കാണാം, എനിക്ക് തെളിവ് തന്നിട്ടില്ല എങ്കിൽ എനിക്ക് നിന്നെ വേദനിപ്പിക്കേണ്ടി വരും. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഞാനിത് കേട്ടിട്ടില്ല, എനിക്കിതിന് തെളിവ് കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് നിന്നെ വേദനിപ്പിക്കേണ്ടി വരും. മറ്റൊരു റിവായത്തിൽ കാണാം, ഫവല്ലാഹി ലഔജഅന്ന ലഹറക വബത്നക, നീ പറഞ്ഞ വാദത്തിന് എനിക്ക് തെളിവുമായിട്ട് വന്നിട്ടില്ല എങ്കിൽ എനിക്ക് നിന്റെ ലുഹറും നിന്റെ ബത്തിനും നിന്റെ വയറും നിന്റെ മുതുകും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരും. ഔ ലതഅതിയനി ബിമൻ യശ്ഹദു ലക അലാ ഹാദാ, അല്ലെങ്കിൽ ഇത് സത്യമാണ് എന്നുള്ളതിന്റെ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് കിട്ടണം. ഈ രൂപത്തിൽ, കർശനമായ രൂപത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചു. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതിന്റെ കയ്യിൽ തെളിവുണ്ട്. അങ്ങനെ എല്ലാ സ്വഹാബികളും കൂടി ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് വന്നു. ആ സമയത്ത് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ 3 പ്രാവശ്യം സലാം പറഞ്ഞു, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഞാൻ തിരിച്ചു പോന്നു, ഇതിന് തെളിവ് വേണം എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായിരുന്നു അന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് അല്ല, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറഞ്ഞു, എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖദ് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹാദാ, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തതോടെ ആ വിഷയം അവിടെ അവസാനിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഈ ഹദീസ് കേട്ടിട്ടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഹദീസ് കിട്ടിയാൽ അത് സ്വീകരിക്കുക. അത് ഖുർആനിന്റെ ആയത്താണോ, അത് ഹദീസാണോ, ഞാൻ ഇത്ര കാലം അത് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയും. ഓരോ വിഷയങ്ങൾ പറയുമ്പോ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹദീസ് കിട്ടി, 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും അനുവാദം കിട്ടിയിട്ടില്ല എങ്കിൽ അത് തിരിച്ചു പോരാനുള്ള തെളിവാണ്, തിരിച്ചു പോരുകയാണ് വേണ്ടത്. ആ ഹദീസ് കിട്ടി, ഞാൻ ആ സമയത്ത് പ്രവാചകന്റെ സദസ്സിലുണ്ടായിരുന്നില്ല, ഞാൻ അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചു. ഇതായിരുന്നു സഹാബത്തിന്റെ സുന്നത്തിനോടുള്ള നിലപാട്. അത് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചില്ല, അത് ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചില്ല. ഇനി അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തിനെ മനസ്സിലാക്കിയാല് പരിശുദ്ധ ദീനുൽ ഇസ്ലാം തന്നെ പൊളിഞ്ഞു പോകില്ലേ? ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ? ഇഖാമത്ത് കൊടുക്കേണ്ടതുണ്ടോ? പെരുന്നാൾ നിസ്കാരം നടത്തേണ്ടതുണ്ടോ? നിസ്കാരത്തില് സുന്നത്തായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെന്താ ബാക്കി ഉണ്ടാകുക? വുദൂഇന്റെ കർമ്മങ്ങളിൽ സുന്നത്തായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെന്താ ബാക്കി ഉണ്ടാകുക? ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ ഒരു വാദമുണ്ടല്ലോ, ഈ ശാഫിഈ മദ്ഹബിൽപ്പെട്ട ഒരു വിഭാഗം ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള ചെയ്താൽ കൂലിണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല എന്നൊരു നിർവചനം നമ്മൾ തെറ്റായി മനസ്സിലാക്കി. അവരാ വ്യാഖ്യാനം കൊടുത്തത് 5 ഹുക്കുമുകൾ ഉണ്ടാക്കി. ഈ ഹുക്കുമുകളും ഷർത്തുകളും ഫർദുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ല, അതൊക്കെ പിൽക്കാലക്കാരായ ഉസൂലി പണ്ഡിതന്മാരുണ്ടാക്കുന്നതാണ്. ഷർത്തുകളും ഫർദുകളും വാജിബാത്തുകളൊക്കെ അത് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാല്, അത് ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവരുണ്ടാക്കിയതാണ് ഈ ഷർത്തുകൾ, ഈ ഫർദുകൾ, ഈ വാജിബാത്തുകളൊക്കെ. അങ്ങനെ 5 ഹുക്കുമുകളാണ് ഇസ്ലാമിലുള്ളത്. 5 ഹുക്കുമുകൾ. 1 വാജിബ്, അത് ഫർദാണോ വാജിബാണോ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസം. 1 ഫർദ്, 2 സുന്നത്ത്, 3 ഹറാം, 4 മുബാഹ്, 5ാമത്തത് മക്രൂഹ്. ഇങ്ങനെ 5 വിധികൾ പറഞ്ഞു. 5 വിധികൾ കൊണ്ടുവന്നപ്പോ 1ാമത്തെ വിധി എന്താ? 1ാമത്തെ ഹുക്കുമ് അത് ഫർദ്. എന്താ ഫർദിന്റെ നിർവചനം? അത് ചെയ്യല് നിർബന്ധാണ്. യുആഖബു അലാ തർക്കിഹി, ആ ഫർദായ ഒരു കാര്യം ഒഴിവാക്കിയാല് ശിക്ഷിക്കപ്പെടും. അപ്പൊ പിന്നെ സുന്നത്തിന് എന്ത് നിർവചനം കൊടുക്കും? അപ്പോ ഈ പണ്ഡിതന്മാരെന്ത് ചെയ്തു? സുന്നത്തിന് ഒരു നിർവചനം കൊടുത്തു. ചെയ്താല് കൂലിണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. ആ രൂപത്തിലൊരു നിർവചനം കൊടുത്തു. അങ്ങനെയാണ് ഈ നിർവചനം കടന്നു വരുന്നത്.
ആ രൂപത്തിൽ നമ്മൾ ഈ സുന്നത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാലോ ഹദീസ് നിഷേധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയേണ്ടി വരും. വ്യഭിചരിച്ചത് വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാ ഇസ്ലാമിന്റെ നിയമം. എറിഞ്ഞു കൊല്ലണം, അത് പരസ്യമായിട്ട് എറിഞ്ഞു കൊല്ലണം തന്നെയാണ്. പക്ഷേ ഖുർആനിൽ അതില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ നിർവചനം എങ്ങനെയാണെങ്കിൽ നമുക്ക് വെറുതെ വിടാൻ പറ്റും. കാരണം ചെയ്താൽ അതിന് കൂലിട്ടു അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഒഴിവാക്കിയാലും ശിക്ഷയൊന്നുമില്ലല്ലോ. അപ്പൊ വ്യഭിചരിച്ചത് വിവാഹിതരാണെങ്കിൽ അവരെ വെറുതെ വിടുക. ഈ രൂപത്തിലേക്കാണ് ചേകന്നൂരികളായ ആളുകൾ ഹദീസ് നിഷേധത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഹദീസ് നിഷേധം കടന്നു വന്നത്. യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം എന്നത് കേരളത്തിലുണ്ടായ ഒരു പുതിയ ഒരു അഭിപ്രായം ഒന്നല്ല. അത് ഖവാരിജുകൾ തുടങ്ങി വെച്ചൊരു വാദ. പിന്നീട് അങ്ങനെ റാഫിലിയാക്കള്, മുഅ്തസിലിയാക്കള്, പിന്നീട് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഓറിയന്റലിസ്റ്റുകൾ അത് ഏറ്റെടുത്തു. പിന്നീടാണ് അത് കേരളത്തിലുള്ള ചേകന്നൂർ മൗലവി ആ വാദം കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ സുന്നത്തിനെ മനസ്സിലാക്കിയാൽ ഒരു പക്ഷെ എങ്ങനെയുള്ള ഒരുപാട് ഇതൊന്നും ഖുർആനിൽ ഇല്ലാത്ത കാര്യമാണ്, ഇതൊക്കെ ഹദീസിന് വന്നിട്ടുള്ള വിശദീകരണമാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നത് ഈ രൂപത്തിലായിരുന്നു. ഒരു ഹദീസ് കിട്ടിയാല് അത് അവര് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, അത് അവര് പ്രാവർത്തികമാക്കുന്നു. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഷർത്ത് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല ഷാമിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ഷാമിലേക്ക് എത്തുന്നതിന്റെ മുമ്പായിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വിവരം കിട്ടി, ഷാമിലാകെ വബാ പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന വിവരം കിട്ടി. ഷാമിലെ എല്ലായിടത്തും പ്ലേഗ് ബാധിച്ചിരിക്കുന്നു എന്ന വിവരം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രയാസത്തിലായി. എന്ത് ചെയ്യണം? അങ്ങോട്ട് പോകണോ പോകണ്ടേ? തന്റെ മുമ്പിലുണ്ട്, സഹാബത്തുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു അൻസ്വാറുകളെ വിളിച്ചു, അവരോട് അഭിപ്രായം ചോദിച്ചു. കുറെ ആളുകൾ എന്ത് പറഞ്ഞു? ഖദ് ഖറജത ലിഅംരിൻ, ഉമറേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് താങ്കൾ പുറപ്പെട്ടു പോന്നിട്ടുള്ളത്. വലാ നറാ അൻ തർജി അൻഹു, അതിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പോകുന്നത് ഭൂഷണമല്ല. ഇത്രത്തോളം എത്തിയിട്ട് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുക എന്നത് ഒരിക്കലും നല്ലതല്ല. കുറച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു. അവരിൽപ്പെട്ട വേറെ കുറെ ആളുകൾ എന്ത് പറഞ്ഞു? നമുക്ക് തിരിച്ചു പോകാം, ഷാമില് പ്ലേഗാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഇങ്ങനെ അവർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായി. ഉമർ റളിയല്ലാഹു തആല അൻഹു അൻസ്വാറുകളെ വിളിച്ചുകൊണ്ട് അവരോട് അഭിപ്രായം ചോദിച്ചു. ഇതേപോലെ തന്നെ അൻസ്വാറുകളും ഭിന്നിച്ചു. വഖ്തലഫു കഖ്തിലാഫിഹിം, അങ്ങോട്ട് പോകണോ പോകണ്ടേ, ഷാമിലേക്ക് പോകണോ പോകണ്ടേ? കുറെ ആളുകൾ പറഞ്ഞു അങ്ങോട്ട് പോകണം, കുറെ ആളുകൾ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട. ഈ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് കയറി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇദാ സമീഅതും ബിഹി ബിഅർളിൻ, ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ രൂപത്തിലുള്ള പകർച്ചവ്യാധികളോ ഈ രൂപത്തിലുള്ള രോഗങ്ങളോ പടർന്നിട്ടുണ്ട് എന്ന വിവരം നിങ്ങൾക്ക് കിട്ടിയാൽ ഫലാ തുഖദ്ദിമൂ അലൈഹി, പിന്നീട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല. വൈദാ വഖാ ബിഅർളിൻ, നിങ്ങൾ ഏതൊരു ഭൂമിയിലാണോ ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല. എന്നാൽ വഅൻതും ബിഹാ ഫലാ തഖ്റുജൂ ഫിറാറൻ മിൻഹു, നിങ്ങൾ ഉള്ള ഒരു നാട്ടിലാണ് ഈ രൂപത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് പോകാനും പാടില്ല. നിങ്ങളുടെ നാട്ടിൽ നിന്ന് പകർച്ചവ്യാധി ഉണ്ടായിട്ടുള്ള നാട്ടിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഹദീസ് കിട്ടിയല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ഫറജഅ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് പോകാതെ തിരിച്ചു പോന്നു. എന്തേ കാരണം? ഹദീസ് കിട്ടി. അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നുള്ളതൊന്നല്ല. അല്ലാഹുവിന്റെ റസൂല് വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ, എന്താണോ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഹദീസ് കിട്ടി, അദ്ദേഹം അത് അംഗീകരിച്ചു. അദ്ദേഹം ഷാമിലേക്ക് പോകാതെ തിരിച്ചു പോരുകയാണ്. ഈ ഒരു രൂപത്തിലായിരുന്നു സ്വഹാബത്തിന്റെ നിലപാട്, സുന്നത്തിനോടുള്ള സ്വഹാബത്തിന്റെ നിലപാട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിൽക്കുകയാണ്.
ആ സമയത്ത് റസൂലുള്ളാഹി